ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യേശു ഈ ഭൂമിയിൽ വന്നത് പാപികളായ നമ്മെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിൽ ചേർക്കാനാണല്ലോ. മാർക്കോസ് 1:15 കേൾക്കൂ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. പിതാവ് പുത്രനെ ലോകത്തിലേക്ക് വിട്ടതും അതിനുവേണ്ടി തന്നെ. യോഹന്നാൻ 3:16 ശ്രദ്ധിക്കൂ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. മാനസാന്തരപ്പെട്ട് പുത്രനിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിലെത്തി നിത്യജീവൻ കൈവശമാക്കുക എന്നതായിരുന്നു പിതാവിൻ്റെ ഉദ്ദേശം. പാപികളായി നമ്മെ വീണ്ടെടുക്കാൻ ദൈവം തീരുമാനിച്ചു. അങ്ങനെ ഭൂമിയിലെത്തിയ യേശുവിന് ആ ദൗത്യം നിറവേറ്റിയാൽ മാത്രം മതിയായിരുന്നില്ലേ? പക്ഷേ സഹോദരങ്ങളെ, ദൈവം സ്നേഹമാണ്. ആ സ്നേഹം പാപികളായിരിക്കെ തന്നെ നമ്മോട് കാണിച്ചു. റോമർ 5:8 ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ ദൈവം നമ്മോടുള്ള അവൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. യേശു തൻ്റെ ഭൗമ ജീവിതകാലത്ത് പാപികളായിരുന്നവരോടുകൂടെയായിരുന്നു സഹവസിച്ചത്. വിരുന്നുകൾ അവരുടെ വീടുകളിൽ വെച്ചായിരുന്നു. യേശു കണ്ടുമുട്ടിയ രോഗികളെയെല്ലാം സുഖപ്പെടുത്തി. സ്നേഹത്താലാണത്. കുഷ്ഠരോഗിയെ കൈകൊണ്ട് തൊട്ടു സുഖപ്പെടുത്തി. വിധവയുടെ മകനെ ഉയർപ്പിച്ചു. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തിൻ്റെ കൂടെയാണ് ഇടപഴകിയത്. യേശുവിൻ്റെ സുവിശേഷ പ്രഘോഷണം കേട്ട് 3 നാൾ വീട് വിട്ട ജനങ്ങളുടെ വിശപ്പ് കണ്ടറിഞ്ഞ് യേശു ഭക്ഷണം കൊടുത്തു. അശുദ്ധിയെന്ന് എണ്ണിയിരുന്ന രക്തസ്രാവക്കാരിയെയും കുഷ്ഠരോഗികളെയുമെല്ലാം യേശു സുഖപ്പെടുത്തി. കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതായിരുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീയെ വെറുതെ വിട്ടു. ഇനിമേൽ പാപം ചെയ്യരുത് എന്നൊരു താക്കീത് നൽകി. എല്ലാം മനുഷ്യരോടുള്ള സ്നേഹത്താലും കരുണയാലും മാത്രം. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പുറപ്പെട്ട യൂദാസിനെയും സ്നേഹിത എന്നാണ് യേശു വിളിക്കുന്നത്. മത്തായി 26:50 യേശു അവനോട്: സ്നേഹിത, നീ വന്ന കാര്യം എന്തെന്ന് പറഞ്ഞപ്പോൾ അവർ അടുത്തു വന്ന് യേശുവിന്മേൽ കൈവച്ച് അവനെ പിടിച്ചു. ഒരു വാക്കുകൊണ്ട് പോലും യേശു യൂദാസിനെ വേദനിപ്പിക്കുന്നില്ല. ഇങ്ങനെ യേശു ജഡത്തിലായിരുന്നപ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നതിനോടൊപ്പം മനുഷ്യരുടെ കഷ്ടപ്പാടിലും ദുഃഖത്തിലും രോഗത്തിലും കൂടെയിരുന്ന് അവയിൽ നിന്നെല്ലാം അവർക്ക് വിടുതൽ കൊടുത്തു. അതിനായി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു. എല്ലാം സ്നേഹം കൊണ്ട്, കഷ്ടത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കാൻ വേണ്ടി മാത്രം. എല്ലാം ചെയ്ത് ദൈവമഹത്വത്തിനായിട്ട്, അതായത് ദൈവസ്നേഹം എങ്ങനെയാണെന്ന് മനുഷ്യനെ അറിയിക്കാൻ. നമ്മുടെ ഒരു മാനുഷിക രീതി നോക്കുകയാണെങ്കിൽ നമ്മുടെ ചിന്ത എന്തായിരിക്കും? അവർ പാപികളാണെങ്കിൽ കിട്ടേണ്ടത് കിട്ടട്ടെ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ കാലത്തെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും ചുങ്കക്കാരനായ സക്കേവൂസും മഗ്ദലന മറിയവുമെല്ലാം രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ എത്ര പേർ ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ വന്നാൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകും. സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങി തിരിച്ചവർ, യേശുവിനെ സ്വീകരിച്ചവർ ക്രിസ്തുവിൻ്റെ അനുയായികളാണെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഒന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. യേശു കാണിച്ചു തന്ന ഈ മാതൃക നാമും പിന്തുടരേണ്ടിയിരിക്കുന്നു. ചുറ്റുമുള്ളവരെ കാണാതെ കണ്ണുമടച്ച് ജീവിക്കാനല്ലല്ലോ ക്രിസ്തുവിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. നാം പാപികളായിരിക്കെ നമ്മെ സ്നേഹിച്ച യേശുവിനെ പോലെ കഷ്ടപ്പെടുന്ന ഏതു സഹോദരനെയും കഷ്ടപ്പാടകറ്റാൻ കഴിയാവുന്നത് ചെയ്യണമെന്നാണ് യേശുവിൻ്റെ സ്നേഹം നിറഞ്ഞ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. പിതാവിൻ്റെ ഉദ്ദേശ നിവൃത്തിക്കായി പരിശ്രമിക്കുന്ന നമുക്ക് ദൈവസ്നേഹത്താൽ അത് ചെയ്യുമാറാകട്ടെ. ഈ വാക്കുകളാൽ പരിശുദ്ധാത്മാവ് ഏവരെയും നയിക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.